ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ 10th പ്രിലിംസ് സ്റ്റേജ് 1-ലെ 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റീവ് ഫാക്റ്റുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്നവർ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ആൻസർ എന്തായാലും എഴുതാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 2, 3, 4 എന്നിവയാണ് ശരിയായത്. ഏതൊക്കെ നോക്കാം. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിതയാണ് അയ്യാവഴി എന്നറിയപ്പെടുന്നത്. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 സോമിത്തോപ്പിൽ, നാഗർകോവിലുള്ള സോമിത്തോപ്പിലാണ് ജനിച്ചിട്ടുള്ളത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. മുടിച്ചൂടും പെരുമാൾ അഥവാ മുത്തുക്കുട്ടി എന്നറിയപ്പെട്ടിരുന്നതും വൈകുണ്ഠസ്വാമികളെയാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളെയാണ്. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. 1836 ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ്. അതുപോലെ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണ് നിഴൽത്താങ്കൾ. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമരയാണ്. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്ന അത്തളവിളை. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാചിന്റെ ഭരണം എന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാചിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. വൈകുണ്ഠസ്വാമികൾ നിർമ്മിച്ച പൊതുകിണറാണ് മുന്തിരിക്കിണർ അഥവാ സോമിക്കിണർ എന്നറിയപ്പെടുന്നത്. തൂവൽപന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയതും വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ കൃതികളാണ് അഖിലത്തിരുട്ട്, അമ്മാനെ, അരുൾനൂൽ. സമപന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനും വൈകുണ്ഠസ്വാമികളാണ്. എന്നാൽ ഈ ദേവദാസി, മൃഗബലി എന്ന ഈ സമ്പ്രദായങ്ങളൊക്കെ നിരോധിച്ചത് റാണി സേതു ലക്ഷ്മിബായിയാണ്. മാറിപ്പോവരുത്. അടുത്ത ക്വസ്റ്റ്യൻ, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി 2, 3 തെറ്റ്. ശരിയായത് നോക്കാം. കലാപം നടന്നത് 1812 വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഇത് രണ്ടും ശരിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി തെക്കേ ഇന്ത്യയിൽ ഉണ്ടായ ആദ്യത്തെയും അവസാനത്തേതുമായ ഗോത്രവർഗ കലാപമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്നത് 1812 വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിച്ച കലാപമാണിത്. കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയതാണ് രാമനമ്പി. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടറായ TH ബേബർ കലാപത്തെ പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ശരിയായത് നമുക്ക് പറയാം. സാഹിത്യത്തിനുള്ള നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദി വെർജീനിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടിയിട്ടുണ്ട്. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥപരമായ രചനയാണ്. 2024 സമാധാന നോബൽ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി അണുബോംബാക്രമണങ്ങൾ അതിജീവിച്ചവരുടെ പ്രസ്ഥാനമായ നിഹോൺ ഹിഡാൻക്യോക്ക് ലഭിച്ചു. 2024 സാമ്പത്തിക നോബൽ ലഭിച്ചത് ജെയിംസ് റോബിൻസൺ, സൈമൺ ജോൺസൺ, ഡാരൻ അസെമോഗ്ലു. അസമത്വ പഠനത്തിന് കോളനിവൽക്കരണത്തിന് ശേഷം ലോകമെങ്ങും പ്രത്യേകിച്ച് ഏകാധിപത്യവും അഴിമതിയും ശക്തമായ രാജ്യങ്ങളിൽ സാമ്പത്തിക അസമത്വം തുടരുന്നതിൻ്റെ കാരണങ്ങൾ തേടിയുള്ള പഠനത്തിനാണ് ഇവർക്ക് സാമ്പത്തിക നോബൽ ലഭിച്ചത്. വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത് വിക്ടർ ആംബ്രോസിനും ഗാരി റൗക്കിനും. മൈക്രോ RNA കണ്ടെത്തലും അത് വഹിക്കുന്ന പങ്കിനെ കുറിച്ചുള്ള പഠനത്തിനാണ് കിട്ടിയത്. ജീനുകളുടെ പ്രവർത്തനം എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്നും ശരീരകോശങ്ങൾ എങ്ങനെ സവിശേഷതയുള്ളതായി മാറുന്നു എന്നും പഠനം നടത്തിയത് ഇവരാണ്. 2024 ഭൗതികശാസ്ത്ര നോബൽ ലഭിച്ചത് ജെഫ്രി ഹിൻഡൺ, ബ്രിട്ടീഷ് കനേഡിയൻ ആണ്. ജോൺ ഹോപ്ഫീൽഡ്, US-കാരനും. മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യയ്ക്കുള്ള അടിസ്ഥാനമൊരുക്കിയ കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. റോയൽ അക്കാദമി ഓഫ് സയൻസ് ആണ് നൽകുന്നത്. 11 ലക്ഷം US$ ആണ് നൽകുന്നത്. ഹോപ്ഫീൽഡ് 1982 ഒരു ന്യൂറൽ നെറ്റ്വർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1, 2, 4 എന്നിവയാണ് ശരി. ഒന്നാമത്തെ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് പിളർപ്പ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായത് 1924 ബൽഗാം സമ്മേളനത്തിലാണ്. ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷമാണ് 1934 ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനമാണത്. ഈ 4ാം കേരള സന്ദർശന വേളയിലാണ് കൗമുദി ടീച്ചർ ഗാന്ധിജിക്ക് അവരുടെ ആഭരണങ്ങളൊക്കെ സംഭാവനയായിട്ട് നൽകിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുമ്പ് നിലവിലുണ്ടായ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ 1884. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ്, AO ഹ്യൂം. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. കോൺഗ്രസിന് പേര് നൽകിയത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ്. കോൺഗ്രസിലെ ആദ്യ സെക്രട്ടറി അലൻ AO ഹ്യൂമാണ്. കോൺഗ്രസിന് ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ്, ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. ആദ്യ സമ്മേളനത്തിൽ 72 പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് P. അനന്തചാർലു 1891. INCയുടെ ആദ്യ മലയാളി പ്രസിഡന്റാണ് C. ശങ്കരൻ നായർ. അമരാവതി സമ്മേളനമാണ് 1897. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് സൂററ്റ് പിളർപ്പിനെയാണ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം. സൂററ്റ് സമ്മേളനം നടന്ന വർഷം 1907. ആ സമയത്തുള്ള കോൺഗ്രസ് പ്രസിഡന്റ് രാജ് ബിഹാരി ഘോഷാണ്. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലെയും കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനുമാണ്. കോൺഗ്രസിലെ മിതവാദികളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1885 മുതൽ 1905 വരെയാണ്. ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ ബാനർജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, മദൻ മോഹൻ മാളവ്യ, MG റാനഡെ എന്നിവരെല്ലാം
മിതവാദികളുടെ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. കോൺഗ്രസിലെ തീവ്രവാദികളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1905 മുതൽ 1919 വരെയാണ്. ബാലഗംഗാധര തിലക്, ലാല ലജപത് റായ്, ബിപിൻ ചന്ദ്രപാല്, അശ്വിൻ കുമാർ ദത്ത, അരവിന്ദ ഘോഷ് എന്നിവരെല്ലാം തീവ്രവാദ വിഭാഗത്തിൽ പെടുന്നവരാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ലാൽ, ബാൽ, പാൽ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന തീവ്ര നിലപാടുള്ള ത്രിമൂർത്തികളാണ് യഥാക്രമം പഞ്ചാബിൽ നിന്നുള്ള ലാല ലജപത് റായ്, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബാലഗംഗാധര തിലക്, ബംഗാളിൽ നിന്നുള്ള ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ഡിസംബർ 31 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26 ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 4ഉം. 16ാം ഉച്ചകോടി കസാനിലാണ് നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ്. ബ്രിക്സിന് സ്ഥിരം ആസ്ഥാനങ്ങളില്ല. ബ്രിക്സിലെ അംഗങ്ങളാണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ബ്രിക്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അതിന്റെ ആസ്ഥാനം ഷാങ്ഹായ്, ചൈനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 3ഉം 4ഉം ശരിയായത്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ISRO സ്ഥാപിതമായ വർഷം 1969. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ്. ISROയുടെ ലോഗോയിലെ നിറങ്ങൾ നീലയും ഓറഞ്ചുമാണ്. ഇന്ത്യൻ ബഹിരാകാശ യുഗത്തിന്റെ ആരംഭ വർഷമായി കണക്കാക്കുന്നത് 1975 ആര്യഭട്ട വിക്ഷേപിച്ച വർഷമായിട്ടാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾ നേതൃത്വം നൽകുന്നത് ISROയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ISROയുടെ ആദ്യ ചെയർമാനും വിക്രം സാരാഭായ് ആണ്. നിലവിലെ ISRO ചെയർമാൻ S സോമനാഥ് ആണ്. ഇന്ത്യയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തൂമ്പയാണ്. ഇന്ത്യയിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം വീലർ ദ്വീപ്, ഒഡീഷയിലെ വീലർ ദ്വീപാണ്. അതിന്റെ പുതിയ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട 1975. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഭാസ്കര 1 1979. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് രോഹിണി 1980. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ എ 1, 2, 3 ശരിയാണ്. 1 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചിട്ടുള്ളത്. 1939 ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ച പത്രമാണ് അൽ അമീൻ എന്ന് പറയുന്ന പത്രം. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഇത് തുടക്കത്തിലൊരു ത്രൈദിന പത്രമായിരുന്നു. ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ മാത്രമേ ഈ പത്രം ആദ്യകാലങ്ങളിൽ ഇട്ടിരുന്നുള്ളൂ. പിന്നീട് അത് ദിനപത്രമായി മാറുകയാണ് ചെയ്യുന്നത്. ദിനപത്രം ആയപ്പോഴേക്കും സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റിപ്പോയത്. ശരിയായ ജോഡികൾ പറയാം. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, കേരള ജ്യോതി പുരസ്കാരം MK സാനു.
2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 2, 3, 4, 1. മലബാർ കലാപം നടന്നത് 1921 ക്ഷേത്രപ്രവേശന വിളംബരം 1936 ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടത് 1964 അതിർത്തി ഗാന്ധിയുടെ മരണം നടന്നത് 1988 അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3 ശരിയായത്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ 17ാമത്തെ മെട്രോയാണ് കൊച്ചി. കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽവേയാണ് കൊച്ചി മെട്രോ. KMRL രൂപീകരിച്ച വർഷം 2011 കൊച്ചി മെട്രോ പ്രൊജക്റ്റ് അറിയപ്പെടുന്നത് കോമറ്റ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് കൊച്ചി മെട്രോയുടേത്. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് നിയമനം നൽകാൻ തീരുമാനിച്ച സർക്കാർ ഉടമസ്ഥയിലുള്ള കമ്പനിയാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. കൊച്ചി മെട്രോ പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവാണ് E. ശ്രീധരൻ. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് E. ശ്രീധരനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ച വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. മാവോ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഒഴുകുന്ന ദേശീയോദ്യാനമായ കിബുൾ ലംജാവോ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. അത് ലോക്തക് തടാകത്തിലാണ്. ഇന്ത്യയുടെ ആദ്യ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥാപിതമായത് ലോക്തക് തടാകമാണ്. ലോക്തക് തടാകത്തിനെ സംരക്ഷിക്കുന്ന മൃഗം സാങ്കായ് മാനാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിൻ്റെ ഉരുക്കു വനിത, മെൻഗൗബി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഇറോം ശർമിള. അടുത്ത ക്വസ്റ്റ്യൻ, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം? ആൻസർ ഓപ്ഷൻ എ അഹമ്മദാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം? ആൻസർ ഓപ്ഷൻ ഡി ഖാരിഫ്. ഖാരിഫ് വിളകൾ വിതയ്ക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. വിളവെടുക്കുന്ന കാലം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. പ്രധാന ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, ജോവർ, ബജ്റ, രാഗി, ചണം, എള്ള്, നിലക്കടല തുടങ്ങിയവ. അതുപോലെ ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. ഇനി വേനൽക്കാല വിളയാണ് സെയ്ദ്. പ്രധാന സെയ്ദ് വിളകളാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും. റാബി വിളകൾ വിതയ്ക്കുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ്. എന്നാൽ വിളവെടുപ്പ് കാലം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിയാണ് റാബി വിളകൾ. റാബി വിളകളാണ് പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ്, ബാർലി, കടുക്, പയർവർഗ്ഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, അവശിഷ്ട പർവ്വതങ്ങൾക്ക് അഥവാ റെസിജ്വൽ പർവ്വതം ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ എ ആരവല്ലി. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം? ആൻസർ ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കൽ
കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം അഥവാ ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്തു വായിക്കാം? ആൻസർ ഓപ്ഷൻ ഡി, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, മിൽപ്പ. അടുത്ത ക്വസ്റ്റ്യൻ, മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി, തമിഴ്നാട്.